ഇന്ദ്രന്റെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. എടാ ജയ, നീ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കാതെ ഭക്ഷണം കഴിക്കടാ. ഈ അച്ഛൻ ഇതെന്താ, ഒരു 5 മിനിറ്റ് കൂടി മെസ്സേജിന് റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ അച്ചു എൻ്റെ പരിപ്പെടുക്കും. അവളെ കുറ്റം പറയാൻ പറ്റില്ല. സ്വന്തം ഭാര്യയെ ജോലിക്ക് പറഞ്ഞു വിട്ടിട്ട് നീ ഇവിടെ സീരിയലും കണ്ടിരിക്കുന്നവനല്ലേ. അങ്ങനെയുള്ള നിന്റെയൊക്കെ പരിപ്പ് അവൾ എടുത്തില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇന്ദ്രനൊഴികെ ആ വീട്ടിലെ മറ്റെല്ലാവരും അത് കേട്ട് ചിരിച്ചു. അല്ല ഇന്ദ്ര, നിനക്കൊരു കല്യാണമൊന്നും വേണ്ടേ? വയസ്സ് എത്രയായെന്ന വിചാരം? എല്ലാവരും തനിക്ക് നേരെയായപ്പോൾ രക്ഷപ്പെടാനെന്നോണം ജയൻ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും മറ്റെല്ലാവരുടെയും ശ്രദ്ധ ജയനിൽ നിന്ന് മാറി ഇന്ദ്രനിലേക്കായി. ഇത് കണ്ട ഇന്ദ്രൻ ജയനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അതിനവൻ തിരിച്ച് നന്നായിട്ടൊന്ന് ഇളിച്ചു കൊടുത്തു. ആ പറഞ്ഞത് ശരിയാണല്ലോ. നിനക്കൊരു പെണ്ണും പെടക്കോഴിയൊന്നും വേണ്ട ഇന്ദ്ര. ഒന്നുമില്ലെങ്കിലും ജയനേക്കാൾ 2 വയസ്സ് മൂത്തതല്ലേ നീ. ഇനി നിനക്കൊരു കൂട്ട് കണ്ടുപിടിക്കണം. എന്താ, നിന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? ആ ചോദ്യം കേട്ട് ഇന്ദ്രന്റെ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നീലുവിന്റെ മുഖമാണ്. ഊരും പേരും അറിയാതെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ തൻ്റെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിയവൾ. അവളെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ അറിയാതൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ മുട്ടിട്ടു. ആ വീട്ടിൽ ഉള്ളവർക്കെല്ലാം അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇതിനു മുൻപ് ഒരിക്കൽ പോലും അവനൊന്ന് ചിരിക്കുന്നത് ആ വീട്ടിൽ ആരും കണ്ടിട്ടില്ല. ഗൗരവത്തോടെ അല്ലാതെ ആരോടും ഒരു വാക്ക് അവൻ സംസാരിക്കാറില്ല. എല്ലാവരുടെയും അത്ഭുതത്തോടെയുള്ള നോട്ടം തനിക്ക് നേരെ നീളുന്നുണ്ടെന്നറിഞ്ഞ ഇന്ദ്രൻ പതിയെ ആ ചുണ്ടിൽ നിന്നും ആ പുഞ്ചിരി മാറ്റി പഴയ പോലെ ഗൗരവത്തിൽ തന്നെ അവരെ നോക്കി. കൊല്ലും കൊലയുമായി നടക്കുന്ന ഇവനെയൊക്കെ ആര് സ്നേഹിക്കാനാണ്? അല്ലെങ്കിൽ തന്നെ സ്നേഹമെന്നൊരു വാക്കിന്റെ അർത്ഥം ഇവൻ അറിയുമോ? അല്പം പ്രായം ചെന്നൊരാൾ വർദ്ധിച്ച ക്ഷോഭത്തോടെ പറഞ്ഞു. എന്താ പ്രകാശ നീ പറയുന്നത്? ഇന്നലെ ബീച്ചിൽ വെച്ച് സംഭവിച്ചത് എന്താണെന്ന് ഇവനോട് തന്നെ ചോദിച്ചു നോക്ക്. എന്താടാ, നീ ആരെങ്കിലുമായി വീണ്ടും വഴക്കിന് പോയോ? ആ പോയി, വേണ്ടി വന്ന ഇനിയും പോകും. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോയി. ഇങ്ങനെയൊരു ജന്മം! അവനെ നോക്കി ഒരു ദീർഘനിശ്വാസത്തോടെ പ്രകാശൻ പറഞ്ഞു. പ്രകാശൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിലും ഇന്ദ്രൻ പ്രതികരിച്ചില്ല. പറഞ്ഞു വരുമ്പോൾ ഇന്ദ്രജിത്ത് എല്ലാം കൊണ്ട് സമ്പന്നനാണ്. കാശിന്റെ കഴപ്പ് കൊണ്ട് നാട്ടിലെ അറിയപ്പെടുന്ന ഗുണ്ടയായവൻ. എന്ത് തെറ്റ് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും വരാത്തവൻ. എല്ലാവർക്കും കുറ്റപ്പെടുത്താനും ഒറ്റപ്പെടുത്താനും മാത്രമേ അറിയൂ. ഞാൻ ഇങ്ങനെയായി തീരാൻ കാരണം എന്താണെന്ന് ആർക്കും അറിയണ്ട. ചിന്തകൾ കാട് കയറിയപ്പോൾ അവൻ ബൈക്കുമെടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. ഇന്നലെ ഉറക്കമില്ലായിരുന്നതുകൊണ്ട് ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. അതുകൊണ്ട് അമ്പലത്തിലൊന്ന് പോയി ദൈവത്തിന് കൈക്കൂലി കൊടുത്തു വരാമെന്നു കരുതിയാണ് രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങിയത്. ഓരോന്നാലോചിച്ച് പോകുന്ന വഴിക്കാണ് ഒരുത്തൻ ഓവർ സ്പീഡിൽ ബൈക്കുമെടുത്ത് വരുന്നത് കണ്ടത്. ഹെൽമെറ്റ് ഇട്ടതുകൊണ്ട് ആളുടെ മുഖം മനസ്സിലായില്ല. അവന്റെ വരവ് കണ്ടപ്പോഴേ ഇത്തിരി പന്തികേട് തോന്നി. മാത്രമല്ല മഴ പെയ്തതുകൊണ്ട് അവിടെ നിറയെ ചെളിവെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് റോഡിന്റെ അറ്റത്തേക്ക് ഞാൻ അല്പം മാറി നിന്നു. പക്ഷെ അതുകൊണ്ടൊന്നും യാതൊരു കാര്യവും ഉണ്ടായില്ല. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി വന്ന ഞാൻ ഇവിടെ റോഡിന്റെ നടുവിൽ നിന്ന് ഒന്നുകൂടെ കുളിച്ചു. തല മുതൽ കാലുവരെ ആകെ ചളിമയം. ഇവിടെ അത്രയൊക്കെ സംഭവിച്ചിട്ടും ആ ഹെൽമെറ്റ് ഇട്ടവൻ വണ്ടി നിർത്തിയില്ല. അതും കൂടിയായപ്പോൾ എനിക്ക് ആകെ ചൊറിഞ്ഞു കയറി. കയ്യിൽ കിട്ടിയ കല്ലെടുത്ത് അവന്റെ മുതുകത്തേക്ക് നോക്കി എറിഞ്ഞു. മാവിനെറിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഉന്നം തെറ്റിയില്ല. കറക്റ്റായി ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊണ്ടു. എൻ്റെ എയറിൻ്റെ ഫലമായി അവനും അവൻ്റെ ചപ്പടാച്ചി ബൈക്കും ദാ കടക്കുന്നു താഴെ. എനിക്ക് സന്തോഷമായി. എൻ്റെ മേലുള്ള ചളിയുടെ 2 ഇരട്ടി ഇപ്പോൾ അവൻ്റെ വെള്ള ടീഷർട്ടിലുണ്ട്. പ്രതികാരം ചെയ്തതിൻ്റെ സന്തോഷം അവിടെ വെച്ച് തുള്ളിച്ചാടി അട്ടഹസിച്ചുകൊണ്ട് ഞാൻ തീർത്തു. ഒരുവിധം ചിരിയൊന്നടങ്ങിയപ്പോഴാണ് എന്നെ നോക്കി ദഹിപ്പിക്കുന്ന അവനെ ഞാൻ കണ്ടത്. എവിടെയോ കണ്ട് നല്ല പരിചയം, പക്ഷേ എവിടെ വെച്ചാണെന്ന് മാത്രം പിടികിട്ടുന്നില്ല. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇന്നലെ ബീച്ചിൽ കണ്ട അതേ മുഖം. ഞാൻ ഒന്നുകൂടെ ഇന്നലത്തെ സംഭവങ്ങളൊക്കെ റിവൈൻഡ് ചെയ്തു നോക്കി. വേണ്ടടാ, അവനോട് കളിക്കണ്ട, തനി അസുരനാ. അവനെക്കുറിച്ച് ആ ചേട്ടൻ പറഞ്ഞ ഡയലോഗ് മനസ്സിൽ തെളിഞ്ഞു വന്നു. ഹെൽമറ്റും കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് എൻ്റെ നേരെ സ്ലോ മോഷനിൽ നടന്നു വരുന്ന ആളെ കണ്ടപ്പോൾ വളരെ വേദനയോടെ ഞാൻ മറ്റൊരു സത്യം കൂടി തിരിച്ചറിഞ്ഞു. എനിക്കുള്ള കുഴി നല്ല വെടിപ്പായിട്ട് ഞാൻ തന്നെ തോണ്ടിയിരിക്കുന്നു.
എൻ്റെ അടുത്ത് അവൻ വന്നു നിന്നതും ഒരബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക് ചേട്ടാ എന്ന മട്ടിൽ ഞാൻ അവനെ നോക്കി. പക്ഷേ ആ ഹെൽമറ്റ് കൊണ്ട് എൻ്റെ തലക്കിട്ടൊന്ന് കിട്ടിയതും എൻ്റെ തലയിലാകെ ഉണ്ടായിരുന്ന 4-5 കിളികൾ കൂടും കിടക്കയും എടുത്ത് പോയതും ഒരു നിമിഷം കൊണ്ടാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. വീട്ടിൽ നിന്ന് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് അവിടെ നിന്നും ഇറങ്ങിയത്. അവരോടുള്ള ദേഷ്യം മുഴുവൻ വണ്ടിയുടെ സ്പീഡ് കൂട്ടി തീർത്തു. വഴിയിലൂടെ പോകുന്നവരെ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. മനസ്സ് എവിടെയൊക്കെയോ ആയിരുന്നു. ഒരു കല്ല് പുറത്തു കൊണ്ടപ്പോഴാണ് സുബോധത്തിലേക്ക് വന്നത്. നോക്കുമ്പോൾ ഒരുത്തി കല്ലെറിഞ്ഞിട്ട് അവിടെ നിന്ന് ചിരിക്കുന്നു. മറ്റൊന്നും ആലോചിക്കാതെ കയ്യിലുണ്ടായിരുന്ന ഹെൽമെറ്റ് വെച്ച് അവളുടെ തലയ്ക്കൊന്ന് കൊടുത്തു. ബോധം കെട്ട് താഴെ വീണപ്പോഴാണ് ആ മുഖം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇന്നലത്തെ സംഭവങ്ങളെല്ലാം ഓർത്തുപോയി. ബോധമില്ലാതെ വീണ് കിടക്കുന്ന അവളെ കണ്ടപ്പോൾ വേദനിച്ചത് എനിക്കാണ്. എൻ്റെ അടിയിൽ അവളുടെ നെറ്റി ചെറുതായി മുറിഞ്ഞ് രക്തം വരുന്നുണ്ട്. കണ്ടപ്പോൾ സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടെ അടുത്തായി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അവളെ എടുത്ത് അവിടെ കിടത്തി ടവൽ ഉപയോഗിച്ച് മുറിവ് ക്ലീൻ ചെയ്തു കൊടുത്തു. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടപ്പോഴേ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യമൊക്കെ പമ്പ കടന്നു. നെറ്റിത്തടത്തിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ മുടി ഞാൻ പതിയെ മാടിയൊതുക്കി. ബോധമില്ലാതെ കിടക്കുമ്പോഴും ഒരു പുഞ്ചിരി ആ മുഖത്ത് തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവൾ കണ്ണു തുറക്കുന്നത് കാണാഞ്ഞപ്പോൾ മനസ്സിലല്പം ഭയം തോന്നി.